1999 സമ്മർ വെക്കേഷൻ, ഏപ്രിൽ മെയ് മാസങ്ങൾ, ആ മാസങ്ങൾ തിയേറ്ററിലെത്തിയ സിനിമകളെ കുറിച്ചാണ് ഞാൻ നിങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 99 മാർച്ച് മാസം അവസാനം, മാർച്ച് എൻഡ്, ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററിലെത്തി. നമ്മൾ മുമ്പ് പറയുന്ന പോലെ, മുമ്പത്തെ എപ്പിസോഡ്സിൽ പലപ്പോഴും പറഞ്ഞിരുന്ന പോലെ, എപ്പോഴും മാർച്ച് മാസം അവസാനം ഒരു മോഹൻലാലിൻ്റെ സിനിമ തിയേറ്ററിൽ എത്താറുണ്ട് എപ്പോഴും. അപ്പോൾ 98 അവസാനം തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അയാൾ കഥ എഴുതുകയാണ്. അപ്പോൾ അയാൾ കഥ എഴുതുകയാണ് അതിൻ്റെ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന ഒരു സമയത്ത് തന്നെ, അതിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ദുബായിലൊരു ഷെഡ്യൂളിലൂടെ തുടങ്ങി വെച്ച ഒരു സിനിമ, മോഹൻലാലിൻ്റെ സിബിമലയിൽ സംവിധാനം ചെയ്തു, ഷാജി കൈലാസും രഞ്ജിത്ത് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു, രഞ്ജിത്ത് എഴുതുന്ന സിനിമ, അതായിരുന്നു ഉസ്താദ്. അപ്പോൾ അന്നൊക്കെ 98 എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ എപ്പോഴും ഒരു സീസണിലെ സിനിമകൾ ഇറങ്ങുന്നതായിരുന്നു. അതായത് ഒരു ക്രിസ്മസ്, വിഷു, ഓണം, എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു ഓണത്തിൻ്റെ ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയുന്നത് ഒരു ആവേശമായിരുന്നു. ഇന്നും അതെ. പക്ഷെ ഇന്ന് അതിൻ്റെ രീതികളൊക്കെ മാറി. ഇന്ന് ഒരുപാട് താരങ്ങളുടെ സിനിമകളുണ്ട്, പല രീതിയിൽ സിനിമകൾ ഇറങ്ങുന്നു. അന്നൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമകളാണ്. അപ്പോൾ ഉസ്താദ് അന്ന് വളരെ പ്രതീക്ഷകളോടുകൂടി തിയേറ്ററിലെത്തിയ ഒരു സിനിമയായിരുന്നു. ഈ 99 വിഷുവിനോടനുബന്ധിച്ചിട്ട് മാർച്ച് അവസാനം തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു ഇനീഷ്യലി കിട്ടി. പക്ഷെ ആ ഒരു സിനിമ സിബിമലയിൽ തന്നെ മുമ്പും എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊരു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി, പക്ഷേ സിബിമലയിൽ വന്നപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഇമോഷണൽ ട്രാക്ക് വന്നു. അത് മോശം സിനിമയൊന്നുമല്ല, നമുക്ക് ഇന്നും റിപ്പീറ്റായിട്ട് കാണുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഒരു ആറാം തമ്പുരാൻ്റെ ഒരു വിജയോ അല്ലെങ്കിൽ അതിനുശേഷം ഷാജി കൈലാസ് ചെയ്ത ഒരു നരസിംഹത്തിൻ്റെ ഒരു വിജയമൊന്നും ഉസ്താദിന് ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു വിഷുവിന് മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു ഉസ്താദ്. പിന്നെ വന്ന കുറച്ച് സിനിമകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ. ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അനൗൺസ് ചെയ്ത സമയത്ത് സുരേഷ് ഗോപിയും മുകേഷും ശ്രീനിവാസനൊക്കെ ആയിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടാണ് ജയറാമിലോട്ട് എത്തിയത്. അപ്പോൾ ജയറാമ തന്നെ പറഞ്ഞിരുന്നു, എനിക്കൊരു വിഷു സീസണിൽ എൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, അപ്പോൾ 2 സിനിമകൾ വരും എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖിന് അതൊരു കുഴപ്പം, സിദ്ദിഖുൽ ലാലിന് അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് ജയറാമിൻ്റെ ജയറാം അഭിനയിക്കുന്നത്. ഫ്രണ്ട്സ് സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറി. വിഷു സീസൺ മാത്രമല്ല, ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായി, ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു സിനിമയായിട്ട് മാറി. സിദ്ദിഖ് ലാൽ അല്ലെങ്കിൽ സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്പ്ലിറ്റായ ശേഷവും ലാല് മാറിയ ശേഷം സിദ്ദിഖ് ഒറ്റയ്ക്ക് ചെയ്ത സിനിമകളും ഹിറ്റുകൾ തന്നെയായിരുന്നു ആ കാലത്ത്. അങ്ങനെ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു വിന്നറായി മാറിയ സിനിമയാണ് ഫ്രണ്ട്സ്. നമുക്കറിയാം, പിന്നീട് മറ്റ് ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്ത് സിദ്ദിഖ് തന്നെ അവിടെ തമിഴിൽ പോയിട്ട്, സിദ്ദിഖിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയായിരുന്നു വിജയനെ ഒരു വലിയൊരു സ്റ്റാർ ആക്കിയ ഒരു സിനിമയാണ്. സൂര്യനെ ഒരു നായക നിരയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയ ഒരു സിനിമയാണ്. എല്ലാം കൊണ്ടൊരു വിജയിച്ചൊരു സിനിമ തന്നെയായിരുന്നു ഫ്രണ്ട്സിൻ്റെ തമിഴും. അതായത് ഫ്രണ്ട്സ് ആ ഒരു വിഷു സീസൺ, അത് മാർച്ച് കഴിഞ്ഞ് എനിക്കൊരു ഏപ്രിൽ 9 അതോ ഏപ്രിൽ 12 ഒരു 2 ആഴ്ച ഗ്യാപ്പിലാണ് ഫ്രണ്ട്സ് തിയേറ്ററിലെത്തുന്നത്. ഫ്രണ്ട്സിനോടൊപ്പം തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയാണ് ജയറാമിൻ്റെ തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് ഒരു സത്യനന്ദിക്കാട് സിനിമ. എനിക്ക് തോന്നുന്നു അന്ന് ഫ്രണ്ട്സിനെക്കാട്ടും തൊട്ട് താഴെയായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കളക്ട് ചെയ്തത്. പക്ഷേ ജയറാമിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെക്കാട്ടും കൂടുതൽ ജയറാമിൻ്റെ ഒരു മികച്ച ക്യാരക്ടർ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ തന്നെയായിരിക്കും. രണ്ടും മികച്ച സിനിമകൾ തന്നെയാണ്. രണ്ടിൻ്റെതായ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ജയറാമിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ റോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ അടുത്ത എവിടെയോ ജയറാമിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, സമ്മർ ഇൻ ബദൽഹേമിലെ രവിശങ്കറും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ റോയ്, ഇതിലേതാണ് ഫേവറേറ്റ് എന്ന് വെച്ചപ്പോൾ ജയറാം പറഞ്ഞു അത് എനിക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ തന്നെയാണ്. കാരണം ലോഹിദാസ് എവിടെയോ പറഞ്ഞിട്ടുണ്ട് ജയറാമിൻ്റെ അടുത്ത് തന്നെ, ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റുകളിൽ ജയറാം അഭിനയിച്ചതിൽ ഏറ്റവും മികച്ചതായിട്ട് ജയറാം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണ്. കാരണം തൂവൽ കൊട്ടാരമാണ് ജയറാമിനെ ഒരു വലിയൊരു സോളോ വിജയമാക്കി, ഒരു സോളോ നായകനാക്കി മാറ്റിയത്. പക്ഷെ അത് വേറെ നടന്മാർക്ക് ചെയ്യാം, പക്ഷെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ജയറാമിന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ലോഹിദാസ് വരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ലോഹിദാസ് സംവിധായകനായ ശേഷം പുറത്തുള്ള ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ്, അല്ല പുറത്തുള്ള ഒരു ഡയറക്ടർക്ക് സ്ക്രിപ്റ്റ് കൊടുത്തത് അത് സത്യനന്ദിക്കാണ്ടും വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണ്. ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ 99 ഇറങ്ങുന്നത്. 91 ഭരതം എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് പകരം അന്ന് ആലോചിച്ചിരുന്ന ഒരു കഥയായിരുന്നു. അന്ന് പക്ഷേ ബാലചന്ദ്ര മേനോൻ്റെ തന്നെ മറ്റൊരു കഥ, ബാലചന്ദ്ര മേനോനും മധുവും അച്ഛനും മകനുമായിട്ട് അഭിനയിച്ചൊരു സിനിമയുമായി സാമ്യമുള്ളൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ ഭരതം മാറ്റിയത്. പിന്നീടാണ് അതേ കഥ കുറച്ച് മാറ്റങ്ങളോടുകൂടി വരുത്തിയിട്ടാണ്
ഒരു നാടകത്തിനോട് കമ്പമുള്ള അഭിനയത്തോട് കമ്പമുള്ള അച്ഛനും മകൻ്റെയൊക്കെ ഒരു കഥ എന്നുള്ള രീതിയിലോട്ടൊക്കെ ആക്കി മാറ്റി. ഒരു വേലക്കാരി കല്യാണം കഴിക്കുന്നതൊക്കെ ആയിരുന്നു അത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നു, അങ്ങനെ ആക്കി മാറ്റി. സംയുക്ത വർമ്മ എന്ന് പറഞ്ഞ പുതിയൊരു നായിക ആ ഒരു സിനിമയിലോട്ട് വരുന്നു. അല്ല, എന്തുകൊണ്ടും ആ ഒരു വിഷുവിന് ജയറാമിൻ്റെ 2 സിനിമ വിജയിച്ചു. ഫ്രണ്ട്സ് കുറച്ച് കൂടുതൽ വിജയിച്ചു. പിന്നെ മമ്മൂട്ടിയുടെ സിനിമ, പ്രിയദർശൻ മമ്മൂട്ടിനെ വെച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 86-ൽ രാഹുൽ രാധ സദസ് എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് തോന്നുന്നത്. അതിനുശേഷം പ്രിയദർശൻ മമ്മൂട്ടി വെച്ച് സിനിമകൾ ചെയ്തിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടി വെച്ച് ചെയ്ത സിനിമ ടി ദാമോദരൻ്റെ സ്ക്രിപ്റ്റ്. അത് സുരേഷ് ബാലാജി, മോഹൻലാലിൻ്റെ അളിയനാണ്, സുരേഷ് ബാലാജി പ്രൊഡ്യൂസ് ചെയ്തു. മോഹൻലാലിൻ്റെ പ്രണവും ആർട്സ് തന്നെയാണ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഒരു ഭയങ്കര ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു മേഘം. പക്ഷേ ആ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ഏറ്റില്ല. കാരണം അതൊരു പ്രിയദർശൻ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സിനിമയല്ല. അത് ശരിക്കും ഒരു സീരിയസ് സബ്ജക്റ്റാണ്, ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ഫാമിലി സബ്ജക്റ്റാണ്. ഹ്യൂമർ ശരിക്കും കുറവാണ് ഒരു പ്രിയദർശൻ സിനിമ വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ തൊട്ട് മുമ്പ് പ്രിയദർശൻ ചെയ്ത ചന്ദ്രലേഖയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തേന്മാവിൽ കൊമ്പത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഹ്യൂമർ സിനിമ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന സിനിമകളിൽ നിന്നും ഏറ്റവും താഴെയായിരുന്നു മേഘത്തിൻ്റെ കളക്ഷൻ. പക്ഷെ ഗംഭീര പാട്ടുകളായിരുന്നു. ദിലീപ് എന്ന് പറയുന്ന നടനും നല്ലൊരു റോള് കിട്ടിയിരുന്നു ഒരു സിനിമയിൽ. ഈ പറഞ്ഞ മമ്മൂട്ടി നായകനായ ഒരു സിനിമയിൽ അതേപോലെ തന്നെ നായക തുല്യമായിട്ടുള്ള റോള് തന്നെയായിരുന്നു ദിലീപിന് ഒരു സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു സിനിമ അന്നത്തെ നായകനിരയുടെ ശ്രദ്ധേയനായ കുഞ്ചാക്കോ ബോബൻ്റെ പ്രേം പൂജാരി. ഹരിഹരൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു ഹരിഹരൻ്റെ. അതിൽ ഇറങ്ങുന്നതിന് മുമ്പ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ പ്രേം പൂജാരി അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രേം പൂജാരിക്ക് മുമ്പ് തന്നെ മഴവില്ലിൽ വിനീതുണ്ട്, ഇതിലും വിനീതുണ്ട്, ശാലിനി, അതുപോലെ തന്നെ മയൂരി. അത് കുഞ്ചാക്കോവൽ ശാലിനി എന്ന് പറഞ്ഞൊരു കൂട്ടുകെട്ട് അന്ന് ഹിറ്റ് കൂട്ടുകെട്ടാണ്. പക്ഷെ ആ കൂട്ടുകെട്ടുകളുടെ പരാജയപ്പെട്ട ഒരു സിനിമ ആയിരുന്നു പ്രേം പൂജാരി. അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ട് വിഷുവിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിൽ എത്തിയ സിനിമകൾ. പിന്നെ ഈ ഏപ്രിൽ മെയ് എനിക്കൊണ്ട് മെയ്യിൽ അങ്ങനെ വമ്പൻ സിനിമകളൊന്നും റിലീസായിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു സിനിമകളൊക്കെ തന്നെയാണ് തിയേറ്ററിൽ അന്ന് മെയിലുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഫെബ്രുവരി മാർച്ചിൽ ഇറങ്ങിയ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സിനിമകൾ പിന്നീട് ഈ വിഷു സമയത്ത് BC സെൻറ്റേഴ്സിലൊക്കെ ഓടിയ കുറച്ച് സിനിമകളുണ്ട്. അതിലൊന്ന് FIR ആണ്. FIR ശരിക്കും മാർച്ച് മാസം തന്നെയാണ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. മാർച്ച് മാസം. FIR-ഉം അതുപോലെ തന്നെ പത്രം, 2 സുരേഷ് ഗോപി സിനിമകൾ. പത്രം ശരിക്കും കുറേ ഡിലേ ആയ ഒരു സിനിമയാണ്. ഡിലേ ആയിട്ട് സെൻസർ പ്രശ്നങ്ങളൊക്കെ ആയ ശേഷം ഇറങ്ങിയ ഒരു സിനിമയാണ്. പത്രം ഒരു മാർച്ച് മാസമാണ് തിയേറ്ററിൽ എത്തുന്നത്. പക്ഷേ പത്രം ആ വിഷു സീസണിലും നമ്മുടെ തിയേറ്ററിൽ കൂടെ സെൻറ്റേഴ്സിൽ തന്നെ അത് ഉണ്ടായിരുന്നു, പത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിയിലേക്കൊക്കെ എത്തി തുടങ്ങുന്ന ഒരു സമയമാണ്. FIR-ഉം ഇതുപോലെ തന്നെ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. അതും ആ വിഷു സമയത്ത് തിയേറ്ററിൽ. തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് പത്രം റിലീസാവുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷു ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ രാഗത്തിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പത്രം എനിക്ക് തോന്നുന്നു ന്യൂൺ ഷോ ആണോ അതോ വേറെ ഏതെങ്കിലും തിയേറ്ററിലേക്ക് മാറ്റുന്നില്ല. അന്ന് തൃശ്ശൂരൊക്കെ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഒരു 5-6 തിയേറ്റേഴ്സൊക്കെ തന്നെ അന്നേ ഉള്ളൂ. പിന്നെ FIR തൃശ്ശൂർ അന്ന് 2 തിയേറ്റേഴ്സിൽ ഇറങ്ങി എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് രാമദാസ്, ഒന്ന് തൃശ്ശൂർ ബിന്ദു എന്ന് പറഞ്ഞ തിയേറ്റർ. പക്ഷേ ഈ പറയുന്ന വിഷു ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉസ്താദ് ഇറങ്ങി. അപ്പോൾ രാമദാസിന് FIR മാറ്റിയിരുന്നു. എനിക്കൊന്ന് ബിന്ദുവിൽ അപ്പോഴും ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഓർമ്മ, എനിക്ക് കൃത്യം ഒരു ഓർമ്മയില്ല. പിന്നൊന്ന് ഫെബ്രുവരിയിൽ റിലീസായ ആകാശഗംഗ വിനയൻ്റെ കരിയറിൽ ഏറ്റവും വലിയ വിജയമെന്ന് അതുവരെ വിനയൻ ചെയ്ത സിനിമ. 99 എന്ന് പറഞ്ഞ വർഷം വിനയൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പ്രണയനിലാവുണ്ട്, ആകാശഗംഗയുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നീട് ഇൻഡിപെൻഡൻസ്, ഓഗസ്റ്റ് ആയപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് റിലീസായി. അത് കഴിഞ്ഞ് 99 ക്രിസ്മസിന് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും. അതിൽ പ്രണയനിലാവ് അധികം വലിയൊരു വിജയമല്ലായിരുന്നു. പക്ഷേ ആകാശഗംഗ അപ്പോഴും തിയേറ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതിലൊരു സിനിമയായിരുന്നു സ്റ്റാലിൻ ശിവദാസ്, പിന്നെ ഒന്ന് എഴുപുന്ന തരകൻ. ഇതൊക്കെ ഫെബ്രുവരി മാർച്ച് മാസമായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ശിവദാസും പത്രവും ഒരേ സമയത്താണ് തിയേറ്ററിൽ ഇറങ്ങിയത്. സ്റ്റാലിൻ ശിവദാസ് ഇറങ്ങുന്ന ഒരു ഫ്രൈഡേ ഇറങ്ങുന്നു, പത്രം ഒരു സൺഡേ ആണ് ഇറങ്ങിയത്. പക്ഷേ സ്റ്റാലിൻ ശിവദാസിനെ കടത്തി വെട്ടി പത്രം ഭയങ്കര മെഗാ ഹിറ്റായി മാറി. ഈ സ്റ്റാലിൻ ഈ എഴുപുന്ന തരകൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഏപ്രിൽ മാസം വിഷുവിന് സെൻറ്റേഴ്സിൽ അന്ന് ഓടിയിരുന്ന സിനിമയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് ഞാനതൊരു സെൻറ്ററാണ് തൃശ്ശൂരല്ല, പൊന്നാനിയിൽ ഒരു ക്ലാസ് തിയേറ്ററിൽ വിഷുവിൻ്റെ ദിവസം മാറ്റ്നി ഷോ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എഴുപുന്ന തരകനായിരുന്നു. അപ്പോൾ എഴുപുന്ന തരകൻ ഒന്ന് മെയിൻ സെൻറ്റേഴ്സിലൊന്നും അധികം അങ്ങനെ ഓടിയില്ല. പക്ഷെ അത് പിന്നീട് ലോട്ടൊക്കെ മാറ്റി ആ ഒരു ഏപ്രിൽ മെയ് മാസം സെൻറ്റേഴ്സിൽ അത് നിറഞ്ഞു ഓടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് എൻ്റെ ഒരു അറിവിൽ ഈ ഒരു വിഷു സീസണോടനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഈ സമ്മർ വെക്കേഷനോടനുബന്ധിച്ചിട്ടൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ. അപ്പോൾ ഇതിൽ കുറേ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയാത്ത ഏതെങ്കിലും സിനിമകൾ ഇതുപോലെ ലിസ്റ്റിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.